വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് വീഡിയോ. അത് പുതിയ വീഡിയോയിലേക്ക് വരാൻ കുറച്ച് താമസമുണ്ടായി. വേറെ കുറച്ച് പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും കാരണം അത് വീഡിയോ എടുക്കാനും മറ്റും നമുക്ക് ടൈം കിട്ടാതായിപ്പോയി. എല്ലാവർക്കും സോറി. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ടോപ്പിക്കും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു വീഡിയോ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ എന്താണെന്നൊക്കെ ചോദിച്ചു. സോ അത് കാരണം ചെറിയൊരു വീഡിയോ, അപ്പം ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. പുറമേ നമ്മൾ വീഡിയോ ഇനിയും നമ്മൾ തെറ്റിക്കാതെ പുതിയ വീഡിയോകൾ നമ്മുടെ ഇങ്ങനെ പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിൻ്റെ വകയായിട്ട് പുതിയ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പം കണ്ടിന്യൂഷനായിട്ട് തെറ്റിക്കാതെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിന് ഭാഗമായിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. കുറച്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ചെയ്തു. പിന്നെ പുതിയ സുഹൃത്തുക്കൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതും പിന്നെ മറ്റു കാര്യങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും എവിടെ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ടുള്ളത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇനി ഇറക്കുന്നുണ്ട്. അതിന് മറ്റു കാര്യങ്ങൾ പുതിയതായിട്ട് ഈ മേഖലയായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 1-2 ട്രേഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഒരു മൊത്തത്തിൽ ഇപ്പം നമ്മുടെ ക്യോടെക്സിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റേ ബൈനറിയിലെ ടോട്ടൽ ആൽഗരിതം ചേഞ്ചാണ്. ഓക്കെ, ആൽഗരിതം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ 2023 എൻഡ് മുതൽ 2023 എൻഡ് സ്റ്റാർട്ടായതാണ് നമ്മുടെ ഈ ബൈനറിയിലെ ഫുള്ളായിട്ടുള്ള ആൽഗരിതം ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് എഗ്നിസ്റ്റായിട്ടായിരിക്കും ക്യാൻഡിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ അടുത്ത് കമൻറ്റും മറ്റല്ലാതും വാട്സപ്പിലും അല്ലാതൊക്കെ എനിക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബൈനറി എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേക്കുന്നില്ല ബൈനറി. ഓക്കെ, ബൈനറി എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഉടമസ്ഥരാണ്, അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ലോസാണ് അവരുടെ ലാഭം. അപ്പം നമ്മൾ അത് എപ്പോഴും നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ട്രേഡ് ചെയ്ത് അത് വിന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ടോപ്പിക്കില്ലാതെ ഈ ഒരു കാര്യം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക്കില്ലാതെ സംസാരിക്കുന്നതിൻ്റെ പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്, ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ബൈനറിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഫോറക്സ് പോലെയാണ്, ഫോറക്സ് പഠിച്ച് കഴിഞ്ഞാൽ ബൈനറി ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ ആക്ച്വലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറക്സ് പഠിച്ചവർക്ക് ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ട്രേഡിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ ക്യാൻഡിലും മറ്റു കാര്യങ്ങളും ചാർട്ടും ഒക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും മറ്റ് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോറക്സ് പഠിച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഗ്രാഹ്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെ മുകളിലാണ് ബൈനറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനറി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പീരിയൻസ് ആയിരിക്കണം നമുക്ക്. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് ബൈനറി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് സോൺ ട്രേഡിംഗ് എന്ന് പറയും നമ്മൾ. അതായത് ഒരു സോണിലാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് ഉണ്ടോ, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഈ സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്കിപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾ വിചാരിക്കും സൈഡ് വേസ് ഉള്ള മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന്. അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എല്ലാവരും പറയും ഇപ്പം സൈഡ് വേസിനകത്ത് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്തിട്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസും നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് എഗനിസ്റ്റായിട്ട് നമുക്ക് ട്രേഡ് ചെയ്താൽ നമ്മൾ ട്രേഡ് വിന്നാവുന്നതാണ്. പക്ഷേ ഒരിക്കലുമല്ല സംഭവം. ആ ചാർട്ടിനകത്തും കുറേ കാര്യങ്ങളുണ്ട്. ആ ചാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമല്ല ചാർട്ട്. ആ ചാർട്ടും നമ്മൾ നല്ല രീതിയിൽ ടൈം എടുത്ത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്താലേ നമുക്കതിനകത്ത് കിട്ടും. പക്ഷേ പല യൂട്യൂബർമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി നമ്മൾ ഒരു സോണിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്താൽ നമുക്ക് വിന്നാവും എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല സംഭവം. ആ സോണിനകത്ത് റൂൾസും കാര്യങ്ങളുണ്ട്. ആ സോണിനകത്ത് ട്രേഡ് ചെയ്യുന്നതിന് റൂൾസും കാര്യങ്ങളുണ്ട്. ആ റൂൾസ് അനുസരിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിന്നാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെങ്കിൽ നമ്മളത് ലോസായി പോകത്തുള്ളൂ, നമ്മുടെ പണം നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വേറൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഞാൻ ടോപ്പിക്ക് രീതിയിൽ പറയുകയാണ് സംഭവം. വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ അഫിലിയേറ്റ് ലിങ്കിൽ കയറിയിട്ട്
പലരും ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ അഫിലിയേറ്റ് ലിങ്കിൽ കയറി എനിക്ക് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. പക്ഷേ മറ്റൊരാളുടെ അഫിലിയേറ്റ് ലിങ്കിൽ നിന്നുകൊണ്ട് എൻ്റെ VIP ചാനലിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് വേറൊരു കാര്യമാണ്. ഓക്കെ, അതായത് മറ്റൊരാളുടെ അഫിലിയേറ്റ് ലിങ്കിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് എൻ്റെ ട്രേഡിംഗ് സിഗ്നൽ അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം VIP ചാനലിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരത്തില്ല. അതിനാണ് അത് തരേണ്ട ആവശ്യം. കാരണം അഫിലിയേറ്റ് ലിങ്ക് എന്ന് വെച്ചാൽ തന്നെ ഇപ്പം ഞാനൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബറായിട്ടുള്ള എനിക്ക് ഇപ്പം എൻ്റെ അഫിലിയേറ്റ് ലിങ്കിൽ കയറി നിങ്ങൾ എന്താ പറയുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത് എനിക്കാണ്. അതായത് നിങ്ങൾക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ട്രേഡ് വിന്നായി. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ഇവിടെ ട്രേഡിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇതൊരു പ്രത്യേകിച്ചൊരു ടോപ്പിക്കൊന്നും ഇല്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ ഈ അഫിലിയേറ്റ് ലിങ്കിൽ കയറിയിട്ട് എൻ്റെ പേരിലുള്ള അഫിലിയേറ്റ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്കും 2 സിഗ്നൽ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് കരുതുക. ആ 2 സിഗ്നൽ തന്നു കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തത് നാലാമത്തൊക്കെ ലോസായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് കിട്ടുന്ന 2 സിഗ്നലായിരിക്കും. ആ 2 സിഗ്നലിനകത്തുനിന്ന് നിങ്ങൾ വിന്നായി. മൂന്നാമത്തെ സിഗ്നൽ നിങ്ങൾ ലോസ് ആകുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾ ആ സിഗ്നലിൽ കൂടെ ഉണ്ടാക്കിയത് ഒരു $3 എന്ന് വെച്ചു. നിങ്ങൾ നാലാമത്തെ സിഗ്നൽ ആകുമ്പോഴത്തേക്കും സാമാന്യം നമ്മൾ മലയാളീസ് ആയാലും ആരായാലും നമ്മൾ പ്രൈസ് ഒത്തിരി കൂട്ടിയിടും. അതായത് ഇപ്പോൾ നമ്മൾ $2 നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ $3-4 കൂട്ടിയിട്ടുണ്ട്. ശരി, ഇയാളുടെ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഇയാളുടെ സിഗ്നൽ കുറച്ച് അക്യൂറസി ഉണ്ടല്ലോ എന്ന് കരുതി നമ്മളത് ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ നെക്സ്റ്റ് ട്രേഡ് നമ്മൾ പിന്നാകും. പിന്നെ നമ്മളത് MTG അടിച്ച് കഴിയുമ്പോൾ നമ്മളത് വീണ്ടും നെക്സ്റ്റ് ട്രേഡ് നമ്മൾ ലോസ് ആകും. അത് കഴിയുമ്പോൾ അത് MTG നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് MTG 1 സ്റ്റെപ്പ് അടിക്കുമ്പോഴത്തേക്കും അത് ലോസ് ആകും, സെക്കൻഡ് സ്റ്റെപ്പ് അടിക്കുമ്പോൾ അതും ലോസ് ആകും. അപ്പം ആ ലോസ് ആകുമ്പോഴത്തേക്കും കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂട്യൂബറായ ഞാനായാലും വേറൊരു യൂട്യൂബറായാലും ആരാണ് നിങ്ങൾക്ക് സിഗ്നൽ തരുന്നത് അവർക്കായിരിക്കും അതുകൊണ്ടുള്ള പ്രയോജനം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കല്ല അതുകൊണ്ടുള്ള പറയാനാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. നിങ്ങളല്ലാതെ സിഗ്നൽ എടുക്കുന്നതും മറ്റും ചെയ്യുന്നതൊക്കെ കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും നിങ്ങൾക്ക് വല്ലവർക്കും വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നിങ്ങൾ വേസ്റ്റ് ആക്കുവാണ്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കഴിവുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സോ അത് കാരണമാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ തന്നെ നമ്മൾ നോക്കിയേ, ഇപ്പം ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കിയേ, ഇപ്പോൾ നമ്മളൊരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഞാൻ അവിടെ ഈ ചാർട്ട് എടുത്തിട്ട് ഞാനൊരു സപ്പോർട്ട് ഏരിയ ഞാനവിടെ വരച്ചിട്ടുണ്ട്. സപ്പോർട്ടല്ല, റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ സംഭവം. ഇപ്പം നമ്മൾ 3-4 മേഖലയിലൊന്നും നമുക്ക് ഇപ്പം എന്താ പറയുക സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിപ്പം ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. എന്നാലും ഞാൻ ഈ പറഞ്ഞു വന്ന ടോപ്പിക്കിൻ്റെ ഇടയിൽ കൂടെ ഞാനത് പറയുന്നതും കൂടെ ഒന്ന് മാത്രം നിങ്ങളത് കേട്ട് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് അതുകൊണ്ടൊരു അലർജി പോലെ തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ട്രേഡിങ്ങിൻ്റെ കാര്യവും മനസ്സിലാക്കും. നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൻ്റെ കാര്യവും ഇപ്പോൾ കണ്ടത് നമുക്ക് സപ്പോർട്ട് ഞാനൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഞാനത് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, അപ്പോൾ അത് കറക്റ്റ് നോക്കിയ ഒരു മൊമെൻറ്റം കാൻഡിലായിരുന്നു. മൊമെൻറ്റമായിട്ടുള്ള ഒരു ചാർട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പോയേക്കുന്ന കണ്ടോ സംഭവം. ഞാനപ്പോൾ അത് അവിടെ വെച്ചത് ഞാനത് ട്രേഡ് ചെയ്തു. അപ്പോൾ അത് നമ്മളത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന ആ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ, ആ റെസിസ്റ്റൻസ് ഏരിയയെ നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ ടച്ച് ചെയ്തു എന്ന് കരുതിയാൽ നമ്മളവിടെ ട്രേഡ് എടുക്കാൻ യാതൊരു കാരണവശാലും പാടില്ല. കാരണം അതൊരു മൈനർ ബ്രേക്ക് ഔട്ട് ആകട്ടെ, അതൊരു വലിയ ബ്രേക്ക് ഔട്ട് ആകട്ടെ, പക്ഷേ നമ്മൾ അവിടെ ട്രേഡ് എടുക്കാം. പക്ഷേ നമ്മൾ അതിൻ്റെ താഴെ ഇപ്പോൾ അത് ടച്ച് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ സംഭവം, ആ ഗ്യാപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലോസ് ആകത്തില്ല. കാരണം അവിടെ ഒരു റീട്രേസ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ റീട്രേസ്മെൻറ്റ് നടത്തി ഇപ്പോൾ അത് ആംഗിൾ ഫിൻ ചെയ്താലും വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങണമെന്നില്ല, അത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ട്രേഡ് വിന്നായി സംഭവം. അപ്പം ഇതിൽ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടെ പറഞ്ഞെന്നില്ല. അപ്പം ഒന്നിൻ്റെ കൂടെ ഒരു തള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യം രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കേണ്ട. ഞാനിപ്പോൾ അടുത്ത വീഡിയോ മുതൽ കുറച്ച് ഓരോ ടോപ്പിക്കിനെ പറ്റിയുള്ള വീഡിയോകൾ ഇറക്കുന്നതായിരിക്കും. അതായത് ഓരോ ടോപ്പിക്ക് ഇപ്പം ഞാൻ മെയിൻ ഒരു ടോപ്പിക്ക് ഇന്നത്തെ ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് ലിങ്കിൻ്റെ ഇതിനകത്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ എൻ്റെ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഡെയിലി ഇപ്പോൾ ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഡോളറിൽ കുറഞ്ഞ് ട്രേഡ് ചെയ്യാത്തവരായിരിക്കും ലൈവ് അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ആ ലൈവ് അക്കൗണ്ടിൽ എല്ലാവരും ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 ട്രേഡ് നാച്ചുറലായിട്ട് 2 ട്രേഡ് കൊടുത്തത് വിന്നായി, ബാക്കിയുള്ള ട്രേഡെല്ലാം പുറമേ എന്താ MTG എന്താ പറയുക അതും ലോസായി, പിന്നെ MTG ലോസായി, അതിൻ്റെ മേലോട്ടുള്ളത് ബാക്കിയെല്ലാം ഓരോന്നും ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ലോസാക്കുമ്പം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ആ കക്ഷിക്കാണ് എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബറായിട്ടുള്ള എനിക്കായിരിക്കും അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്. നിങ്ങൾ 100 പേര് ഇപ്പം സിഗ്നൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത്, അപ്പോൾ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ട്രേഡ് നിങ്ങൾ വിന്നായി കഴിയുമ്പോഴത്തേക്കും 3ാമത്തെ ട്രേഡ് നിങ്ങൾ ലോസാകും, MTG ലോസാകും. അങ്ങനെ ലോസാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ 100 പേര് ആ സിഗ്നലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർ ആ സിഗ്നലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു $5 വെച്ച് അല്ലെങ്കിൽ $2 വെച്ച് കിട്ടിയാലും എത്ര ഡോളറായി? ആ വരുന്ന ഡോളേഴ്സ് എല്ലാം പ്രോഫിറ്റായിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളിനായിരിക്കും ആ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിർബന്ധം പിടിക്കത്തൊന്നുമില്ല. എനിക്ക് യാതൊരു എന്താ പറയുക, എനിക്ക് നിങ്ങളിപ്പം എൻ്റെ അഫിലിയേറ്റ് ലിങ്കിൽ കയറി എന്താ പറയുക അക്കൗണ്ട് എടുക്കണമെന്നോ അതിൽ നിക്ഷേപിക്കണമെന്നോ, പക്ഷേ മറ്റൊരാളുടെ അഫിലിയേറ്റ് ലിങ്കിലുള്ള ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് പാടില്ല, നമുക്കത് ഇഷ്ടമല്ല. കാരണം ഞാൻ മാക്സിമം ലോസ് ആക്കാതെ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ സിഗ്നൽ കൊടുക്കുന്നത് എനിക്ക് അത്ര അക്യുറേസി ഉള്ള സിഗ്നൽ. പിന്നെ ഞാൻ ദൈവമൊന്നുമല്ല, ചിലപ്പം ഒരു 2 ട്രേഡൊക്കെ ചിലപ്പോൾ ലോസ് ആവും. ചിലപ്പോൾ ബാഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സം ടൈമിൽ ചിലപ്പോൾ അത് ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ദൈവമല്ല, അത് സംഭവിക്കാവുന്ന കാര്യം. എത്ര വലിയ ട്രേഡർമാർ ചെയ്ത് കഴിഞ്ഞാലും അത് ലോസിലേക്ക് പോകും. ഇതിപ്പോൾ കണ്ടോ ഞാൻ ചെയ്തേക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് കിട്ടിയതാണ്. പക്ഷേ നമ്മുടെ ആ പ്രഡിക്ഷൻ, അതായത് എഗനിസ്റ്റ് ആയിട്ടായിരിക്കും. ഇപ്പം നോക്കിക്കോണേ, ഇപ്പം നമ്മൾ നോക്കിയാൽ 2 സൈഡിൽ നമ്മൾ ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബോക്സ് കൊടുക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, കണ്ടോ നോക്കി. ഇപ്പോൾ ട്രേഡ് വിന്നായി. സത്യം പറയാതെ അതൊരു റീട്രേസ്മെൻറ്റ് വരേണ്ടതായിരുന്നു അവിടെ. പക്ഷേ അത് അവിടെ ചെറിയൊരു എന്താ പറയുക മാനിപ്പുലേഷൻ നടന്നുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് വിന്നായത്. പക്ഷേ എന്നാലും ആ ട്രേഡ് വിന്നായി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയ സംഭവം വീണ്ടും അവിടെ സപ്ലൈ സോണാണ്. അവിടെ സപ്ലൈ സോണിലും നമ്മൾ വീണ്ടും ഡിമാൻഡ് ചെയ്ത് നമ്മളവിടെ വിൻ ചെയ്തു. സപ്ലൈ സോൺ ആയിക്കോട്ടെ, എന്നാലും നമ്മളുടെ ഡിമാൻഡ്സിന് കൂടെ നമ്മൾ വിൻ ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല. അപ്പം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓട്ടോമാറ്റിക്കലി അത് ട്രെൻഡ് ചേഞ്ച് ആയിട്ട് എന്താ പറയുക, അപ്പോൾ അതൊരു സൈഡ് വേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർക്കറ്റ് സൈഡ് വേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സപ്പോർട്ട് ഏരിയയെ, നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടത്. ഓക്കെ, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ട്രേഡും കൂടെ പ്ലേസ് ചെയ്യാൻ നോക്കട്ടെ. ട്രേഡ് പ്ലേസ് ചെയ്യട്ടെ. പക്ഷേ അത് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഞാൻ അപ്പിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, അത് വിന്നാകുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. വിന്നായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്റ്റെപ്പ് മാറ്റെങ്കിലും എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ അഫിലിയേറ്റ് ലിങ്കിൻ്റെ കാരണം ഞാൻ ഈ അഫിലിയേറ്റ് ലിങ്കിനെ പറ്റി ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. എന്താ പറയുക, നമ്മുടെ ഇപ്പം ഗ്രൂപ്പിലുള്ളവരായാലും ഈ വീഡിയോ കാണുന്നവരായാലും എല്ലാവരും ഫസ്റ്റിലെ തന്നെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ത് ബേസിലാണ് ഒരു അഫിലിയേറ്റ് ലിങ്ക് റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് അഫിലിയേറ്റ് ലിങ്കിൽ കൂടെ നിങ്ങൾ പോയി അക്കൗണ്ട് എടുക്കുന്നത്, നിങ്ങളതിനകത്ത് പണം നിക്ഷേപിക്കുന്നതും മറ്റും കാര്യങ്ങളൊക്കെ. അവരിപ്പോൾ ഈ ട്രേഡ് കൊടുക്കുന്ന സിഗ്നൽ കൊടുക്കുന്ന ഒരാൾ പോലും, ആ സിഗ്നൽ കൊടുക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ടുള്ള ഗുണമുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ആ സിഗ്നൽ കൊടുക്കുന്ന വ്യക്തിക്ക്, ആ സിഗ്നൽ കൊടുക്കുന്നതിന് ആ പുള്ളിക്കാരന് ഇപ്പം ഞാൻ കൊടുത്താലും വേറെ ആൾ കൊടുത്താലും പുള്ളിക്കാരന് ആ സിഗ്നൽ കൊടുക്കുന്നവർക്ക് യാതൊരു നഷ്ടമില്ല. കാരണം ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും $150-300-500 വീണ്ടും അത് ലോസ് ചെയ്യാം. നമുക്ക് 1 സ്റ്റെപ്പ് MTG അടിക്കാം, നോ പ്രോബ്ലം. അപ്പം ഇത് വിന്നാകും. ഇത് കണ്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള മാർക്കറ്റാണ്. മാർക്കറ്റ് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല, മാർക്കറ്റ് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം എന്താ പറയുക, മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ട മാർക്കറ്റാണ്. ഓക്കെ, 100% നമ്മളിത് വിന്നാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം എന്താ പറയാനാ, പുള്ളിക്കാരന് അപ്പം ട്രേഡ് കൊടുക്കുന്നവർക്ക് അതുകൊണ്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് സംഭവം. അല്ല ചുമ്മാ ആരെങ്കിലും സിഗ്നൽ കൊടുക്കുമോ? ആരെങ്കിലും ഇപ്പോൾ എൻ്റെ സമയം ഞാൻ ചുമ്മാ കളയും. ഇപ്പം ഞാൻ ഇതൊന്നും കളയാതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്.
നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഞാനിപ്പോൾ എന്നെ വിളിക്കുന്നവരടുത്തും മറ്റുള്ളവരടുത്തും ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. എന്താ പറയുക, എൻ്റെ അഫിലിയേറ്റ് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഇപ്പം അക്കൗണ്ട് എടുക്കണമെന്നോ അതിൽ നിങ്ങൾ പണം നിക്ഷേപിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരാളുടെ അഫിലിയേറ്റ് ലിങ്കിൽ കയറിയിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കോട്ടക്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് കോട്ടക്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആരുടെയും റെഫറൽ വേണ്ട, നമ്മളത് വിന്നാകണ്ടോ. ഓക്കെ, നമുക്ക് ആരുടെയും റെഫറൽ വേണ്ട. നമുക്ക് ആരുടെയും റെഫറൽ ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് അക്കൗണ്ട് തുടങ്ങുക. അപ്പം ആ റെഫറൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് ആരുടെ അടുത്തും പോകത്തില്ലല്ലോ. ആ റെഫറൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ റെഫറൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, പിന്നെ അതിനകത്ത് കോട്ടക്സിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്ന കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു ടോപ്പിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് കാണിക്കുന്നത് മാത്രം ജസ്റ്റ്. അപ്പോൾ നിങ്ങൾ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഞാനിതാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ TRC20 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴും അതായത് നമ്മൾ UPI ചെയ്യാതിരിക്കുക. UPI ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസാണ്. അതുപോലെ ബോണസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്ലി ബോണസൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുക. അത് TRC20 ചെയ്താൽ മതി. വേറൊരു അസറ്റും ചെയ്യാതിരിക്കുന്നതാണ്. എപ്പോഴും USDT ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, USDT നമുക്കപ്പം വിഡ്രോയിലും നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ QR കോഡിൽ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഏത് ട്രസ്റ്റ് വാലറ്റ് ആയാലും ബിനാൻസ് ആയാലും ഇതിനകത്തായാലും നമുക്ക് കയറിയിട്ട് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. TRC20 ചെയ്യുന്നതാണ് ഏറ്റവും. ഡ്രോൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഫീ കുറവാണ്. സോ അത് കാരണം നമുക്കത് നല്ലതാണ്. പിന്നെ ബിനാൻസ് പേ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. ബിനാൻസ് പേ വഴി നമുക്കിപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുണ്ട് ബിനാൻസ് പേ വഴി ചെയ്തത്. കാരണം ബിനാൻസ് നമ്മുടെ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ TRC20 ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ബിനാൻസിലാകുമ്പോഴത്തേക്ക് നമുക്ക് $10 മുതൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് ആ ബിനാൻസ് പേ വഴി നമുക്ക് വിഡ്രോവൽ ചെയ്യാം. സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. ഉണ്ട് ഇപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനൊരു പേജ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഇന്ന് കാണിച്ചത് കേട്ടോ. അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ QR കോഡ് ഇത് സ്കാൻ ചെയ്യുക. ഇത്രയുള്ള കാര്യം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഫണ്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വിഡ്രോവലും അതേപോലെ തന്നെ ആയിരിക്കും സംഭവം. ഞാൻ അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഇറക്കിത്തരാം. ഓക്കെ, ബാക്കി